ശാന്തി. 8/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈശ്വരീയ സേവകരായ നിങ്ങൾ സത്യമായ സാൽവേഷൻ ആർമിയാണ്. നിങ്ങൾ എല്ലാവർക്കും ശാന്തിയുടെ സാൽവേഷൻ നൽകണം. ചോദ്യം: കുട്ടികളായ നിങ്ങളോട് ആരെങ്കിലും ശാന്തിയുടെ സാൽവേഷൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ അവരെ എന്താണ് മനസ്സിലാക്കിക്കേണ്ടത്? ഉത്തരം: അവരോട് പറയൂ, ബാബ പറയുന്നു, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ശാന്തി വേണമോ? ഇത് ശാന്തിധാമമൊന്നുമല്ല. ശാന്തിയാണെങ്കിൽ ശാന്തിധാമത്തിലേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനെ മൂലവതനം എന്ന് പറയുന്നു. ആത്മാവിന് എപ്പോഴാണോ ശരീരം ഇല്ലാത്തത് അപ്പോൾ ശാന്തി ഉണ്ടായിരിക്കും. സത്യയുഗത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാമുണ്ട്. ബാബ തന്നെയാണ് വന്ന് ഈ സമ്പത്ത് നൽകുന്നത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാ മനുഷ്യർക്കും എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട് എന്നറിയാം. ജീവാത്മാവ് എന്ന് പറയുന്നുവല്ലോ. ആദ്യം ഞാൻ ആത്മാവാണ്, പിന്നീട് ശരീരം ലഭിക്കുന്നു. ആരും സ്വന്തം ആത്മാവിനെ കണ്ടിട്ടില്ല. കേവലം ആത്മാവാണ് എന്നത് മാത്രം മനസ്സിലാക്കുന്നു. ഏതുപോലെ ആത്മാവിനെ അറിയുകയോ കാണുകയോ ചെയ്തിട്ടില്ലയോ, അതേപോലെ പരംപിതാവ് പരമാത്മാവിനെ കുറിച്ചും പറയുന്നു. പരം ആത്മാ എന്നാൽ പരമാത്മാവ്. പക്ഷേ ആ ഒന്നിനെ കണ്ടിട്ടില്ല. സ്വയം തന്നെയോ ബാബയെയോ കണ്ടിട്ടില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല. 84 ലക്ഷം സ്പീഷീസ് എന്ന് പറയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ 84 ജന്മങ്ങളാണ്. എന്നാൽ ഏതെല്ലാം ആത്മാക്കൾ എത്ര ജന്മം എടുക്കുന്നു എന്നതും അറിയുന്നില്ല. ആത്മാവ് ബാബയെ വിളിക്കുന്നു, പക്ഷേ കണ്ടിട്ടില്ല, യഥാർത്ഥ രീതിയിൽ അറിയുന്നുമില്ല. ആദ്യം ആത്മാവിനെ യഥാർത്ഥ രീതിയിൽ അറിയുമ്പോഴാണ് ബാബയെ അറിയുന്നത്. സ്വയം തന്നെ പോലും അറിയുന്നില്ലെങ്കിൽ ആരാണ് മനസ്സിലാക്കിക്കുക? ഇതിനെ പറയുന്നത് സെൽഫ് റിയലൈസ് ചെയ്യുക എന്നാണ്. അത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യിക്കാൻ സാധിക്കില്ല. ആത്മാവ് എന്താണ്? എങ്ങനെയാണ്? എവിടെ നിന്നാണ് ആത്മാവ് വരുന്നത്? എങ്ങനെയാണ് ജന്മമെടുക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും ചെറിയ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് നിറഞ്ഞിരിക്കുന്നത്? ഇത് ആർക്കും അറിയില്ല. സ്വയം തന്നെ അറിയുന്നില്ല, ബാബയെയും അറിയുന്നില്ല. ഈ ലക്ഷ്മി നാരായണനും മനുഷ്യന്റെ പദവിയാണല്ലോ. ഇവർ ഈ പദവി എങ്ങനെ നേടി? ഇത് ആർക്കും അറിയില്ല. അറിയേണ്ടത് മനുഷ്യൻ തന്നെയാണല്ലോ. ഇവർ വൈകുണ്ഠത്തിന്റെ അധികാരിയായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അവർ ഈ അധികാരം നേടിയത് എങ്ങനെ? പിന്നെ എവിടെ പോയി? ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാം അറിയുന്നു. മുൻപ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇതുപോലെ ഒരു കുട്ടി ആദ്യമേ തന്നെ ബാരിസ്റ്റർ എന്താണ് എന്ന് അറിയുന്നുണ്ടോ? പഠിച്ച് ബാരിസ്റ്ററായി മാറുന്നു. അപ്പോൾ ഈ ലക്ഷ്മി നാരായണനും പഠനത്തിലൂടെയാണ് ആയത്. ബാരിസ്റ്ററി, ഡോക്ടറി തുടങ്ങിയവയുടെ പുസ്തകങ്ങൾ ഉണ്ടല്ലോ. ഇതിൻ്റെ പുസ്തകം ഗീതയാണ്. അതും ആരാണ് കേൾപ്പിച്ചത്? രാജയോഗം ആരാണ് പഠിപ്പിച്ചത്? ഇത് ആരും അറിയുന്നില്ല. അതിൽ നാമം മാറ്റിയിരിക്കുകയാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. ആ ഒന്ന് വന്ന് നിങ്ങളെ കൃഷ്ണപുരിയുടെ അധികാരിയാക്കുന്നു. ശ്രീകൃഷ്ണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ. എന്നാൽ സ്വർഗത്തെയും അറിയുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണൻ ദ്വാപരയിൽ ഗീത കേൾപ്പിച്ചതായി എന്തുകൊണ്ട് പറയുന്നു? ശ്രീകൃഷ്ണനെ ദ്വാപരയിലേക്ക് കൊണ്ടുപോയി. ലക്ഷ്മി നാരായണനെ സത്യയുഗത്തിലേക്കും രാമനെ ത്രേതായിലേക്കും. ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ ഉപദ്രവങ്ങൾ കാണിക്കുന്നില്ല. ശ്രീകൃഷ്ണന്റെ രാജ്യത്തിൽ കംസനും
രാമന്റെ രാജ്യത്തിൽ രാവണനെയും മറ്റും കാണിക്കുന്നു. രാധാകൃഷ്ണൻ തന്നെയാണ് ലക്ഷ്മി നാരായണനാകുന്നത് എന്നത് ആർക്കും അറിയില്ല. തീർത്തും അജ്ഞാന അന്ധകാരമാണ്. അജ്ഞാനത്തെ അന്ധകാരം എന്ന് പറയുന്നു, ജ്ഞാനത്തെ പ്രകാശം എന്ന് പറയുന്നു. ഇപ്പോൾ പ്രകാശിപ്പിക്കുന്നവൻ ആരാണ്? അത് ബാബയാണ്. ജ്ഞാനത്തെ പകലെന്നും ഭക്തിയെ രാത്രി എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ ഭക്തിമാർഗവും ജന്മജന്മാന്തരങ്ങളായി തുടർന്ന് വന്നിരിക്കുകയാണ്. പടികൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. കല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ കെട്ടിടം തയ്യാറായ ശേഷം ദിനം പ്രതിദിനം ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മുക്കാൽ പഴയതാകുമ്പോൾ അതിനെ പഴയത് എന്ന് തന്നെ പറയും. കുട്ടികൾക്ക് ആദ്യം ഈ നിശ്ചയം വേണം, ഇത് സർവരുടെയും പിതാവാണ്. ആ ഒന്ന് തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്. സർവർക്കും വേണ്ടി പഠനവും പഠിപ്പിക്കുന്നു. സർവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ അടുക്കൽ ഒബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ പഠനം പഠിച്ച് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ബാക്കി എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. ചക്രത്തെക്കുറിച്ച് എപ്പോഴാണോ മനസ്സിലാക്കിക്കുന്നത് അപ്പോൾ അതിൽ കാണിക്കുന്നു, സത്യയുഗത്തിൽ ഈ അനേകം ധർമ്മങ്ങൾ ഇല്ല. ആ സമയത്ത് ആ ആത്മാക്കൾ നിരാകാരി ലോകത്തിൽ വസിക്കുന്നു. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ ആകാശം പോളാറാണ്. വായുവിനെ വായു എന്ന് പറയും, ആകാശത്തെ ആകാശമെന്നും. എല്ലാം പരമാത്മാവാണ് എന്നൊന്നുമല്ല. മനുഷ്യർ വിചാരിക്കുന്നു വായുവിലും ഭഗവാനുണ്ട്, ആകാശത്തിലും ഭഗവാനുണ്ട്. ഇപ്പോൾ ബാബ ഇരുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയുടെ അടുക്കൽ ജന്മമെടുത്തു. പിന്നെ പഠിപ്പിക്കുന്നത് ആരാണ്? ബാബ തന്നെയാണ് ആത്മീയ ടീച്ചറായി പഠിപ്പിക്കുന്നത്. നല്ലവണ്ണം പഠിച്ച് പൂർത്തീകരിക്കുമെങ്കിൽ പിന്നെ കൂടെ കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ പാട്ട് അഭിനയിക്കുവാൻ വരും. സത്യയുഗത്തിൽ ആദ്യം നിങ്ങൾ തന്നെയാണ് വന്നിരുന്നത്. ഇപ്പോൾ വീണ്ടും എല്ലാ ജന്മങ്ങളുടെയും അന്തിമത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. വീണ്ടും ആദ്യം വരും. ഇപ്പോൾ ബാബ പറയുന്നു, ഓട്ടം ഓടൂ. നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കൂ. മറ്റുള്ളവരെയും പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും പേരേവരെയും ആര് പഠിപ്പിക്കും? ബാബയുടെ സഹായി തീർച്ചയായും ആകുമല്ലോ. ഈശ്വരീയ സേവകൻ എന്നും പേരുണ്ടല്ലോ. ഇംഗ്ലീഷിലും സാൽവേഷൻ ആർമി എന്ന് പറയുന്നു. ഏതൊരു സാൽവേഷനാണ് വേണ്ടത്? എല്ലാവരും ശാന്തിയുടെ സാൽവേഷൻ വേണം എന്ന് പറയുന്നു. പിന്നെ അവർ ശാന്തിയുടെ സാൽവേഷൻ നൽകുന്നൊന്നുമില്ല. ആരാണോ ശാന്തിയുടെ സാൽവേഷൻ ആവശ്യപ്പെടുന്നത് അവരോട് പറയൂ. ബാബ പറയുന്നു, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ശാന്തി വേണമോ? ഇത് ശാന്തിധാമമല്ല. ശാന്തിയാണെങ്കിൽ ശാന്തിധാമത്തിലേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനെ മൂലവതനം എന്ന് പറയുന്നു. ആത്മാവിന് ശരീരമില്ലെങ്കിൽ ശാന്തിയിലാണ്. ബാബ തന്നെയാണ് വന്ന് ഈ സമ്പത്ത് നൽകുന്നത്. നിങ്ങളിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനുള്ള വലിയ യുക്തി ആവശ്യമാണ്. എക്സിബിഷനിലും അഥവാ നമ്മൾ നിന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുകയാണെങ്കിൽ ധാരാളം പേരുടെ തെറ്റുകൾ മാറ്റാം. കാരണം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവർ നമ്പർ വൈസ് ആണല്ലോ. എല്ലാവരും ഏകരസമായിരുന്നുവെങ്കിൽ ഇന്നയാൾ വന്ന് പ്രഭാഷണം നടത്തണം എന്ന് ബ്രാഹ്മണി എഴുതുന്നത് എന്തുകൊണ്ട്? നിങ്ങളും ബ്രാഹ്മണരാണല്ലോ. ബാബ ഇന്നയാൾ നമ്മളെക്കാൾ സമർത്ഥമാണ്. സാമർഥ്യം കാരണം തന്നെയാണല്ലോ മനുഷ്യൻ പദവി നേടുന്നത്. നമ്പർ വൈസ് ആണല്ലോ. എപ്പോഴാണോ പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്വയമേ സാക്ഷാത്കാരമുണ്ടാകും. പിന്നെ മനസ്സിലാക്കും നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ല. ബാബ പറയുന്നു, ഒരു വികർമ്മവും ചെയ്യരുത്. ദേഹധാരിയോട് മോഹം വയ്ക്കാതിരിക്കൂ. ഇത് 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ശരീരമാണല്ലോ. 5 തത്വങ്ങളുടെ പൂജ ചെയ്യേണ്ടതില്ല, ഓർമ്മിക്കേണ്ടതുമില്ല.
ഈ കണ്ണുകൾ കൊണ്ട് കണ്ടാലും ഓർമ്മിക്കേണ്ടത് ഭാവിയെയാണ്. ആത്മാവിന് ഇപ്പോൾ നോളജ് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. പിന്നെ വൈകുണ്ഠത്തിൽ വരും. ആത്മാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും, കാണുവാൻ സാധിക്കില്ല. അതേപോലെ ഇതും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പിന്നെ ദിവ്യ ദൃഷ്ടിയിലൂടെ തൻ്റെ വീടിനെയും സ്വർഗത്തിനെയും കാണുവാൻ സാധിക്കും. ബാബ പറയുന്നു, കുട്ടികളെ മന്മനാഭവ മധ്യാജീഭവ, അതായത് ബാബയെയും വിഷ്ണുപുരിയെയും ഓർമ്മിക്കൂ. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ ഇതാണ്. കുട്ടികൾക്കറിയാം നമുക്ക് ഇപ്പോൾ സ്വർഗത്തിൽ പോകേണ്ടതുണ്ട്. ബാക്കി എല്ലാവർക്കും മുക്തിയിലേക്ക് പോകണം. എല്ലാവർക്കും സത്യയുഗത്തിൽ വരുവാൻ സാധിക്കില്ല. നിങ്ങളുടേത് ഡെയ്റ്റിസമാണ്. ഇത് മനുഷ്യൻ്റെ ധർമ്മമാണ്. മൂലവതനത്തിൽ മനുഷ്യരില്ലല്ലോ. ഇവിടെയാണ് മനുഷ്യ സൃഷ്ടി. മനുഷ്യൻ തന്നെയാണ് തമോ പ്രധാനവും പിന്നെ സതോ പ്രധാനവുമാകുന്നത്. നിങ്ങൾ മുൻപ് ശൂദ്ര വർണ്ണത്തിലായിരുന്നു, ഇപ്പോൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. ഈ വർണ്ണം കേവലം ഭാരതവാസികളുടേതാണ്. മറ്റൊരു ധർമ്മത്തെയും ബ്രാഹ്മണ വംശി, സൂര്യവംശി എന്ന് പറയുകയില്ല. ഈ സമയം എല്ലാവരും ശൂദ്രവർണ്ണത്തിലേതാണ്. ജീർണിച്ച അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ പഴയതായിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ വൃക്ഷവും ജീർണിച്ചതും തമോ പ്രധാനവും ആയിരിക്കുന്നു. പിന്നെ മുഴുവൻ വൃക്ഷവും സതോ പ്രധാനം ആയി മാറുകയില്ല. സതോ പ്രധാനമായ പുതിയ വൃക്ഷത്തിൽ കേവലം ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സൂര്യവംശിയിൽ നിന്നും ചന്ദ്രവംശിയായി മാറുന്നു. പുനർജന്മം എടുക്കുന്നുവല്ലോ. പിന്നെ വൈശ്യം, ശൂദ്രവംശി, ഈ കാര്യങ്ങളെല്ലാം പുതിയതാണ്. നമ്മളെ പഠിപ്പിക്കുന്നവൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് പതീത പാവനൻ, സർവരുടെ സദ്ഗതി ദാതാവാണ്. ബാബ പറയുന്നു, നിങ്ങൾക്ക് ജ്ഞാനം ഞാൻ നൽകുന്നു. നിങ്ങൾ ദേവീ ദേവതയായി മാറുന്നു. പിന്നെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. ജ്ഞാനം നൽകപ്പെടുന്നത് അജ്ഞാനികൾക്കാണ്. എല്ലാ മനുഷ്യരും അജ്ഞാന അന്ധകാരത്തിലാണ്. നിങ്ങൾ പ്രകാശത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ 84 ജന്മങ്ങളുടെ കഥ നിങ്ങൾ അറിയുന്നുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവുമുണ്ട്. മനുഷ്യർ പറയുന്നു, ഭഗവാൻ ഈ സൃഷ്ടി രചിച്ചത് തന്നെ എന്തുകൊണ്ട്? മോക്ഷം ലഭിക്കുക സാധ്യമല്ലേ? ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. അനാദിയായ ഡ്രാമയാണല്ലോ. നിങ്ങൾക്കറിയാം, ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ചു പോയി മറ്റൊന്ന് സ്വീകരിക്കുന്നു. ഇതിൽ ആകുലപ്പെടേണ്ട കാര്യം തന്നെ എന്താണ്? ആത്മാവ് പോയി തൻ്റെ മറ്റൊരു പാർട്ട് അഭിനയിച്ചു. കരയുന്നത് ഒരു വസ്തു തിരികെ ലഭിക്കണം എന്നുള്ളപ്പോഴാണ്. തിരികെ വരുന്നില്ല. പിന്നെ കരയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മോഹജീത് ആകേണ്ടതുണ്ട്. ശ്മശാനത്തോട് എന്ത് മോഹം വയ്ക്കുവാനാണ്? ഇതിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ഇന്ന് കുട്ടിയാണ്, നാളെ കുട്ടി പോലും പിതാവിൻ്റെ തലപ്പാവൂരാൻ മടിക്കുന്നില്ല. അതായത് അപമര്യാദ കാണിക്കാൻ മടിക്കുന്നില്ല. പിതാവിനോടും അടികൂടുന്നു. ഇതിനെ പറയുന്നത് തന്നെ അനാഥരുടെ ലോകം എന്നാണ്. ശിക്ഷണം നൽകാൻ തക്കവണ്ണം ഏതെങ്കിലും യജമാനനോ നാഥനോ ഇല്ല. ബാബ എപ്പോഴാണോ ഇങ്ങനെയുള്ള അവസ്ഥ കാണുന്നത്, അപ്പോൾ സനാഥരാക്കുവാൻ വരുന്നു. ബാബ തന്നെയാണ് വന്ന് എല്ലാവരെയും സനാഥർ ആക്കുന്നത്. നാഥൻ വന്ന് എല്ലാ വഴക്കുകളും ഇല്ലാതാക്കുന്നു. സത്യയുഗത്തിൽ ഒരു വഴക്കും ഉണ്ടാകുന്നില്ല. മുഴുവൻ ലോകത്തിൻ്റെയും വഴക്കുകൾ ഇല്ലാതാക്കുന്നു. പിന്നെ ജയ ജയ ഘോഷം ഉണ്ടാകുന്നു. ഇവിടെ മെജോറിറ്റി മാതാക്കളുടേതാണ്. ദാസിയായും ഇവരെ കരുതുന്നു. വസ്ത്രാഗ്രം ബന്ധിക്കുന്ന സമയത്ത് പറയുന്നു, നിങ്ങളുടെ പതി തന്നെയാണ് ഈശ്വരനും ഗുരുവും സർവ്വതും. ആദ്യം മിസ്റ്റർ, പിന്നെ മിസ്സസ്. ഇപ്പോൾ ബാബ വന്ന് മാതാക്കളെ മുന്നിൽ വയ്ക്കുന്നു. നിങ്ങളുടെ മേൽ ആർക്കും ജയം നേടാൻ സാധിക്കില്ല. നിങ്ങളെ ബാബ എല്ലാ നിയമങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മോഹജീത് രാജാവിൻ്റെ ഒരു കഥയുണ്ട്.
അതെല്ലാം ഉണ്ടാക്കപ്പെട്ട കഥകളാണ്. സത്യയുഗത്തിലാണെങ്കിൽ അകാല മൃത്യു ഉണ്ടാകുന്നതേയില്ല. കൃത്യസമയത്ത് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു, സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ശരീരം വൃദ്ധാവസ്ഥയിലായി, പിന്നെ പുതിയതെടുക്കേണ്ടതുണ്ട്. പോയി ചെറിയ കുട്ടി ആകേണ്ടതുണ്ട്. സന്തോഷത്തോടെ ശരീരം ഉപേക്ഷിക്കുന്നു. ഇവിടെയാണെങ്കിൽ എത്ര തന്നെ വൃദ്ധാവസ്ഥയിലായിരുന്നാലും രോഗാവസ്ഥയിൽ ആയിരുന്നാലും ഈ ശരീരം ഉപേക്ഷിച്ചെങ്കിൽ നന്നായിരുന്നേനെ എന്ന് വിചാരിച്ചാലും മരിക്കുന്ന സമയത്ത് തീർച്ചയായും കരയും. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് പോവുകയാണ്. അവിടെ കരച്ചിലിൻ്റെ പേര് ഇല്ല. അവിടെയാണെങ്കിൽ സന്തോഷം തന്നെ സന്തോഷം നിലനിൽക്കുന്നു. നിങ്ങൾക്ക് എത്ര അപാര പരിധിയില്ലാത്ത സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഭാരതം മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ കഷ്ണങ്ങളായിരിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് പൂജ്യ ദേവതയായിരുന്നത്, പിന്നെ പൂജാരിയാകുന്നു. ഭഗവാൻ സ്വയം തന്നെ പൂജ്യനും സ്വയം തന്നെ പൂജാരിയും ആകുന്നില്ല. അഥവാ ആ ഒന്നും പൂജാരിയായെങ്കിൽ പിന്നെ ആര് പൂജ്യരാക്കുവാനാണ്? ഡ്രാമയിൽ ബാബയുടെ പാട്ട് തന്നെ വ്യത്യസ്തമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരം ഒന്നാണ്. മഹിമ ആ ഒന്നിൻ്റേതാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണെന്നിരിക്കെ സദ്ഗതി ഉണ്ടാകാൻ തക്കവണ്ണം എപ്പോഴാണ് വന്ന് ജ്ഞാനം നൽകുക? തീർച്ചയായും ഇവിടെ വരേണ്ടി വരും. ആദ്യം ബുദ്ധിയിൽ ഇത് ഇരുത്തൂ. നമ്മെ പഠിപ്പിക്കുന്നവൻ ആരാണ്? ത്രിമൂർത്തി, ഗോളം, വൃക്ഷം, ഇതാണ് മുഖ്യ ചിത്രങ്ങൾ. വൃക്ഷം കാണുമ്പോൾ ഉടൻ മനസ്സിലാക്കും നമ്മൾ ഇന്ന ധർമ്മത്തിലേതാണ്. നമുക്ക് സത്യയുഗത്തിൽ വരാൻ സാധിക്കില്ല. ഈ ചക്രം വളരെ വലുതായിരിക്കേണ്ടതാണ്. പൂർണ്ണമായും എഴുതിയിട്ടുമുണ്ടാകണം. ശിവബാബ ബ്രഹ്മാവിലൂടെ ദേവതാധർമ്മം, അതായത് പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ശങ്കറിലൂടെ പഴയ ലോകത്തിൻ്റെ വിനാശം, പിന്നെ വിഷ്ണുവിലൂടെ പുതിയ ലോകത്തിൻ്റെ പാലന ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സിദ്ധമാകണം. ബ്രഹ്മാവ് തന്നെ വിഷ്ണു, വിഷ്ണു തന്നെ ബ്രഹ്മാവ്. രണ്ടുപേർക്കും കണക്ഷൻ ഉണ്ടല്ലോ. ബ്രഹ്മ സരസ്വതി തന്നെ പിന്നെ ലക്ഷ്മി നാരായണൻ ആകുന്നു. കയറുന്ന കല ഒരു ജന്മത്തിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇറങ്ങുന്ന കലയ്ക്ക് 84 ജന്മമെടുക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ആ ശാസ്ത്രങ്ങളും മറ്റും റൈറ്റാണോ അതോ ഞാൻ റൈറ്റാണോ? സത്യമായ സത്യനാരായണൻ്റെ കഥ ഞാൻ കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, സത്യമായ ബാബയിലൂടെ നമ്മൾ നരനിൽ നിന്നും നാരായണൻ ആയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ മുഖ്യമായ ഒരു കാര്യവും ഇതാണ്. മനുഷ്യനെ ഒരിക്കലും പിതാവും ടീച്ചറും ഗുരുവും എന്ന് പറയില്ല. ഗുരുവിനെ ഒരിക്കലും ബാബയെന്നോ ടീച്ചറെന്നോ പറയുമോ? ഇവിടെയാണെങ്കിൽ ശിവ് ബാബയുടെ അടുക്കൽ ജന്മമെടുക്കുന്നു. പിന്നെ ശിവ് ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു, പിന്നെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. പിതാവും ടീച്ചറും ഗുരുവുമാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഉണ്ടായിരിക്കുകയില്ല. ഇത് ഒരേ ഒരു പിതാവാണ്. ആ ഒന്നിനെ സുപ്രീം ഫാദർ എന്ന് പറയുന്നു. ലൗകിക പിതാവിനെ ഒരിക്കലും സുപ്രീം ഫാദർ എന്ന് പറയില്ല. എന്നിരിക്കലും എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. ആ ഒന്ന് പിതാവ് തന്നെയാണ്. ദുഃഖത്തിൽ എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. ആ ബാബ തന്നെയാണ് വന്ന് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 5 തത്വങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരങ്ങളെ കാണുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. ഒരു ദേഹധാരിയോടും മോഹം വയ്ക്കരുത്. ഒരു വികർമ്മവും ചെയ്യരുത്. ഈ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയിൽ ഓരോ ആത്മാവിൻ്റെയും പാർട്ട് അനാദിയാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. അതിനാൽ ശരീരം ഉപേക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ ആകുലപ്പെടരുത്.
മോഹജീതാകണം. വരദാനം: സമ്പൂർണ്ണ ആഹുതിയിലൂടെ പരിവർത്തനത്തിൻ്റെ ചടങ്ങ് ആഘോഷിക്കുന്ന ദൃഢസങ്കല്പധാരിയായി ഭവിക്കട്ടെ. ഭൂമി പിളർന്നാലും ധർമ്മം വെടിയരുത് എന്ന് ചൊല്ലുള്ളതുപോലെ ഏതൊരു സർക്കംസ്റ്റൻസസ് വന്നാലും, മായയുടെ മഹാവീര രൂപം മുന്നിൽ വന്നാലും ധാരണകൾ വെടിയരുത്. സങ്കല്പത്തിലൂടെ ത്യാഗം ചെയ്യപ്പെട്ട പാഴ്വസ്തുക്കൾ സങ്കല്പത്തിൽ പോലും സ്വീകരിക്കരുത്. സദാ തൻ്റെ ശ്രേഷ്ഠ സ്വമാനത്തിലൂടെയും ശ്രേഷ്ഠ സ്മൃതിയിലൂടെയും ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ സമൃദ്ധി സ്വരൂപത്തിലൂടെയും ശ്രേഷ്ഠ പാട്ടുധാരിയായി ശ്രേഷ്ഠതയുടെ കളി കളിച്ചുകൊണ്ടിരിക്കൂ. ദൗർബല്യങ്ങളുടെ എല്ലാ കളികളും സമാപ്തമാകട്ടെ. എപ്പോഴാണോ ഇങ്ങനെയുള്ള സമ്പൂർണ്ണ ആഹുതിയുടെ സങ്കല്പം ദൃഢമാകുന്നത്, അപ്പോൾ പരിവർത്തനത്തിൻ്റെ സമാരോഹം നടക്കും. ഈ ചടങ്ങിൻ്റെ ഡേറ്റ് ഇപ്പോൾ സംഘടിത രൂപത്തിൽ നിശ്ചയിക്കൂ. സ്ലോഗൻ: റിയൽ ഡയമണ്ടായി തൻ്റെ വൈബ്രേഷൻ്റെ തിളക്കം വിശ്വത്തിൽ വ്യാപിപ്പിക്കൂ. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. സാധാരണ സേവനങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ മോശമായതിനെ നല്ലതാക്കുക, അനേകതയിൽ ഏകത കൊണ്ടുവരിക, ഇതാണ് വലിയ കാര്യം. ബാബ്ദാദ പറയുന്നത് ഇതാണ്: ആദ്യം ഏകമതവും ഏകബലവും ഏകവിശ്വാസവും ഏകതയും. സഹചാരികളിലും സേവനത്തിലും വായുമണ്ഡലത്തിലും ഉണ്ടാകട്ടെ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സിനെ സ്വച്ഛവും ബുദ്ധിയെ സ്പഷ്ടവുമാക്കി ഞാൻ സൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സൂക്ഷ്മ സങ്കല്പത്തിലൂടെ ഞാൻ ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ പരമാത്മാ ജ്യോതിയിൽ എൻ്റെ ബുദ്ധിയെ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. ജ്യോതി സ്വരൂപനായ ബാബയുടെ കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം പ്രഭു സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു. എൻ്റെ സ്വരൂപം സമ്പൂർണ്ണ സ്വച്ഛമാകുന്നു.
ഈ സമ്പന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും പ്രകാശവീചികൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.